ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ലിമിറ്റ്ലെസ്. നമ്മൾ കേരളത്തിലെ ഫോട്ടോഗ്രാഫേഴ്സ് എല്ലാം കുറച്ച് ഡിസ്റ്റർബ്ഡ് ആണല്ലേ. കഴിഞ്ഞ ദിവസത്തെ ഇൻസിഡൻറ്റ്, ആ ജെറി എന്ന് പറഞ്ഞ പയ്യനെ വളരെ ക്രൂവലായിട്ട് കുറച്ച് ക്രിമിനൽസ് തന്നെയാണ് അവർ കൂടി അറ്റാക്ക് ചെയ്യുന്നു. അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ആർക്കും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇല്ലാതിരിക്കട്ടെ. പിന്നെ അതിൻ്റെ ആ വീഡിയോയിലൊക്കെ താഴെ ഒരുപാട് പേര് വന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ആ ലൈറ്റ് സ്റ്റാൻഡ് എടുത്ത് അടിച്ചുകൂടെ, ഒരെണ്ണം ഇങ്ങനെ തിരിച്ചു കൊടുക്കാമായിരുന്നില്ലേ എന്നൊക്കെ. പക്ഷേ നോർമലി ഒരാളെ അറ്റാക്ക് ചെയ്യാന്ന് പറയാൻ, ഇടിക്കുക എന്ന് പറയാം, അല്ലെങ്കിൽ ആൾ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല. ഞാൻ എൻ്റെ ഒരു മെൻറ്റാലിറ്റി വെച്ച് പറയാണ്, അത്ര ഈസി അല്ല എല്ലാവർക്കും. അതൊരു കുറച്ചും കൂടി ക്രിമിനൽ ഇതുള്ളവർക്ക് പറ്റില്ല. പിന്നെ നമ്മുടെ ഒരു ഡിഫെൻസ് ഒരു പോയിന്റിൽ എത്തുമ്പോഴൊക്കെയാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് അത്രയും വേണ്ടപ്പെട്ടവരൊക്കെ എന്തെങ്കിലും ചെയ്യുമ്പോഴൊക്കെയാണ് നമ്മൾ അങ്ങനെ ചെയ്യുക. അപ്പോൾ നമുക്ക് കമൻറ്റ് ഇടുന്ന പോലെ അത്ര ഈസി അല്ല. പിന്നെ ആ ഒരു സിറ്റുവേഷനിൽ ഒരു പക്ഷേ അവൻ തിരിച്ചെന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഇത് ചിലപ്പോൾ കുറച്ചും കൂടിയും വേസ്റ്റ് ആകുമായിരുന്നു. അവർ കുറച്ചും കൂടി പ്രൊവോക്കായിട്ടൊക്കെ കുറച്ചും കൂടിയും പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്തേനെ. അപ്പോൾ നമുക്ക് ഒരിക്കലും ആ ഒരു വ്യക്തി പോയ സിറ്റുവേഷനെ നമുക്ക് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അങ്ങനെ കമൻറ്റ് ഇടാനൊന്നും പറ്റില്ല. പിന്നെ ഇന്നത്തെ കാലത്ത് ഇത് എന്താ പറയുക, ഇത് ഭയങ്കര ഒരു ക്രൂരം. എന്ത് തെറ്റാണെങ്കിലും, എന്ത് ചെയ്തിട്ടുള്ള എന്ത് കാരണമായിട്ടാണെങ്കിലും ഇങ്ങനെ രീതിയിൽ എന്താ പറയുക, ഒരാളെ ഉപദ്രവിക്കൽ വളരെ പ്രശ്നമാണത്. പിന്നെ നമുക്ക് ഇങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ നമുക്ക് ചെറിയ ഇതുപോലത്തെ ഉള്ള ടോയ്സുകൾ മേടിക്കാൻ കിട്ടും, ഇങ്ങനെ അവരെ പേടിപ്പിക്കാനായിട്ട്. ഇത് വാൾട്ടർ CP88 എന്ന് പറഞ്ഞ മോഡലാണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ അടിച്ച ചേട്ടനൊക്കെ ഒന്ന് സെറ്റാക്കാനായിട്ടൊക്കെ ഈ ഒരു ടോയൊക്കെ മതി ശരിക്കും പറഞ്ഞാൽ. വേറെ ആൾ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടല്ല, നമുക്കൊരു പോയിന്റ് കഴിഞ്ഞിട്ട് നമുക്ക് പിടിച്ചിക്കാൻ പറ്റാണ്ടാകുമ്പോൾ നമ്മുടെ ഒരു സേഫ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ ടോയ്സുകളൊക്കെ മേടിക്കാൻ കിട്ടും. ആ ടോയ്കളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാം ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ആരും പേടിക്കേണ്ട. ഹാപ്പി ഷൂട്ടിംഗ്. ഗുഡ് നൈറ്റ്.